ബഹുഭുജങ്ങൾ. അപ്പോൾ നമുക്ക് ഒരിടത്തേക്ക് യാത്ര പോയാലോ? വളരെയധികം പ്രത്യേകതയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ബഹുഭുജ രാജ്യം. അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവരെല്ലാം ബഹുഭുജ രൂപങ്ങളിലായിരിക്കും. നമ്മളും അങ്ങനെ എത്തി. അവരോടൊപ്പം നമ്മളെയും കൂട്ടാമോ എന്ന് ചോദിച്ചു. അവർ സമ്മതിച്ചില്ല. അങ്ങനെ നമ്മൾ പരാതിയുമായി രാജാവിൻ്റെ അടുത്തെത്തി. രാജാവിനോട് നമ്മൾ പറഞ്ഞു അവര് നമ്മളെ എന്ത് ചെയ്യുന്നില്ല, കൂടെ ചേർക്കുന്നില്ല എന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു അവർക്കെല്ലാം ഒരേ പ്രത്യേകതകളാണ്, അവര് ബഹുഭുജങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ അവരുടെ പ്രത്യേകതകൾ? അവർക്ക് 3 അതിൽ കൂടുതലോ നേർരേഖാവശവും അടഞ്ഞ രൂപവുമായിരിക്കുമെന്ന് രാജാവ് പറഞ്ഞു. നമ്മൾ നമ്മളെ തന്നെ നോക്കി, അയ്യോ നമ്മൾ അങ്ങനെ അല്ലല്ലോ. അപ്പൊ രാജാവ് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യാ, ഇവിടുത്തെ ഓരോ ആൾക്കാരെ പോയി പരിചയപ്പെടാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു, ഓരോ ബഹുഭുജ രൂപത്തിലുള്ള ആൾക്കാരെയും പരിചയപ്പെടാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ കണ്ടത് ത്രികോണത്തിനെയായിരുന്നു. ത്രികോണത്തിനോട് ചോദിച്ചു അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ 3 നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണ്. എനിക്ക് 3 വശങ്ങളുണ്ട്, 3 അകക്കോണുകളുമുണ്ട്. ഇവിടെ എനിക്ക് വികരണങ്ങൾ വരയ്ക്കാനും സാധിക്കില്ല. അടുത്തതായി നമ്മൾ പരിചയപ്പെട്ടത് ചതുർഭുജത്തെയാണ്. നമ്മൾ ചതുർഭുജത്തോടും ചോദിച്ചു എന്താ അതിന്റെ പ്രത്യേകതകളെന്ന്. അപ്പോൾ ചതുർഭുജം പറഞ്ഞു ഞാൻ 4 നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണ്. എനിക്ക് 4 കോണുകളുമുണ്ട്. ഓരോ മൂലയിൽ നിന്നും എനിക്ക് ഒരു വികരണം വരയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 2 ത്രികോണങ്ങളും എനിക്കവിടെ ലഭിക്കും. ചതുർഭുജത്തെ കണ്ട് മടങ്ങുമ്പോഴാണ് നമ്മൾ പഞ്ചഭുജത്തിനെ കണ്ടത്. നമ്മൾ അതിനോട് അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാനും ആവശ്യപ്പെട്ടു. അപ്പോൾ പഞ്ചഭുജം പറഞ്ഞു 5 നേർരേഖാവശങ്ങളുള്ള അടഞ്ഞ രൂപമാണ്. എനിക്ക് 5 അകക്കോണുകളുമുണ്ട്. ഓരോ മൂലയിൽ നിന്നും എനിക്ക് 2 വികരണങ്ങൾ വരയ്ക്കാൻ സാധിക്കും. അതിനാൽ എനിക്ക് വികരണങ്ങൾ വരയ്ക്കുമ്പോൾ 3 ത്രികോണങ്ങൾ അവിടെ ലഭിക്കുകയും ചെയ്യും. അടുത്തതായി പരിചയപ്പെട്ടത് ഷഡ്ഭുജത്തിനെ ആയിരുന്നു. ഷഡ്ഭുജം പറഞ്ഞു ഞാൻ 6 നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണ്. എനിക്ക് 6 വശങ്ങളും 6 കോണുകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു മൂലയിൽ നിന്ന് എനിക്ക് 3 വികരണങ്ങൾ വരയ്ക്കാൻ സാധിക്കും. 3 വികരണങ്ങൾ വരയ്ക്കുമ്പോൾ എനിക്ക് അവിടെ 4 ത്രികോണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ 7 വശങ്ങളുള്ള സപ്തഭുജത്തിനെയും 8 വശങ്ങളുള്ള അഷ്ടഭുജത്തിനെയും 9 വശങ്ങളുള്ള നവഭുജത്തിനെയും 10 വശങ്ങളുള്ള ദശഭുജത്തിനെയും പരിചയപ്പെടാനായി സാധിച്ചു. ഇതെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് രാജാവിൻ്റെ അടുത്തെത്തി. രാജാവിനോട് പറഞ്ഞു ഇവരെല്ലാം ഒരുപോലെയാണെന്നാണല്ലോ പറഞ്ഞത്, പക്ഷേ ഇവർക്കെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള വശങ്ങളും കോണുകളും വികരണങ്ങളുടെ എണ്ണം എല്ലാം വ്യത്യസ്തമാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞത്? അപ്പൊ രാജാവ് പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷേ ഇവരെല്ലാം ബന്ധിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടത്തെ പ്രശസ്തനായ ഗായകൻ നിങ്ങൾക്കത് ഒരു പാട്ടിലൂടെ പറഞ്ഞു തരും. നിങ്ങൾ തയ്യാറാണോ അത് കേൾക്കാനായിട്ട്? നമ്മൾ തയ്യാറാണ്. നമ്മളോടൊപ്പം കേൾക്കാൻ നിങ്ങളും തയ്യാറാണോ? മൂന്നോ അതിലധികമോ നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണേ ബഹുഭുജങ്ങൾ. അങ്ങനെ 3 അതിലധികമോ നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണേ ബഹുഭുജങ്ങൾ. അങ്ങനെ അവയോ പലതരമുണ്ടേ, പല പേരുകൾ ചൊല്ലുന്നു, നമുക്കൊന്നിച്ചു ചൊല്ലിടാമേ അങ്ങനെ. ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, നവദശഭുജമേ. അതിലൊരു ബഹുഭുജമെടുത്താൽ അവയിൽ എത്ര വികരണങ്ങളുണ്ട്, നമുക്കൊന്നിച്ചു പറഞ്ഞിടാമേ അങ്ങനെ.
എൻ വശമുള്ള ബഹുഭുജം നമ്മളൊന്ന് എടുത്താലോ, അതിലോ n-3 വികർണങ്ങളാണ്. പിന്നല്ലോ കൂട്ടുകാരെ, വികർണങ്ങൾ വരയ്ക്കുമ്പോൾ അവിടെ ത്രികോണങ്ങൾ ഉണ്ടാവും. അങ്ങനെ ത്രികോണങ്ങളുടെ എണ്ണം അറിയാലോ നമുക്ക്, അതിനോ n-2 ഉണ്ടല്ലോ. അങ്ങനെ മൂന്നോ അതിലധികമോ നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണ് ബഹുഭുജങ്ങൾ. അങ്ങനെ അതോ ബഹുഭുജത്തിനോ കോണുകൾ പലതരമുണ്ട്, അകക്കോണും പുറക്കോണുമായി തിരിക്കാലോ. അങ്ങനെ n-2 × 180 കിട്ടിയാലോ. നമുക്കൊന്നിച്ചു പറഞ്ഞിടാം അകക്കോണുകളുടെ തുകയാണെന്നേ. അതുപോലെ എപ്പോഴും പുറംകോണുകളുടെ തുക 360 ഡിഗ്രി ആണല്ലോ. അങ്ങനെ മൂന്നോ അതിലധികമോ നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണ് ബഹുഭുജങ്ങൾ. അങ്ങനെ വികർണത്തിനോ n-3 ത്രികോണത്തിനോ n-2 തുകയ്ക്ക് n-2 × 180 ആണല്ലോ. തുല്യമായ വശവും തുല്യമായ കോണുകളും ഉള്ള ബഹുഭുജത്തിനെ നമ്മൾ എന്തു വിളിക്കും? സമബഹുഭുജങ്ങളാണ്. അങ്ങനെ മൂന്നോ അതിലധികമോ നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണ് ബഹുഭുജങ്ങൾ. അങ്ങനെ മൂന്നോ അതിലധികമോ നേർരേഖാവശമുള്ള അടഞ്ഞ രൂപമാണ് ബഹുഭുജങ്ങൾ. അങ്ങനെ അപ്പോൾ നമ്മളെപ്പോലെ നിങ്ങൾക്കും ബഹുഭുജങ്ങൾ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്കൊരുമിച്ച് അടുത്ത യാത്ര പോകാം, അടുത്ത സ്ഥലത്തേക്ക്.